നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്താ പല്ലവി, എന്തു പറ്റി? നല്ല ദേഷ്യത്തിലാണല്ലോ. ഞാൻ ഇവിടെ ഭ്രാന്ത് പിടിച്ചിരിക്കുക. അത് സാറിന് അറിയോ? അല്ല, പെട്ടെന്ന് ഭ്രാന്ത് പിടിക്കാനും മാത്രം ഇവിടെ എന്തുണ്ടായി? നമ്മുടെ ശാന്തി മുഹൂർത്തം ഇപ്പോഴൊന്നും നടത്താതെ മാറ്റി വെക്കണമെന്ന്. ഇതാണോ കാര്യം? ഓ, സാറിന് ഇതെന്താ നിസ്സാരമാണോ? ചോദ്യം കേട്ട അങ്ങനെ തോന്നുമല്ലോ. പുതിയ എന്തോ പ്രശ്നം ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കക്ഷി. സാർ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? അല്ല, ഞാനിപ്പോ എന്താ പറയണ്ടേ? സാറിന് ഒന്നും പറയാനില്ലേ? ശാന്തി മുഹൂർത്തം മാറ്റിവെക്കണമെന്ന് ആരാണ് പല്ലവിയോട് പറഞ്ഞ? എന്റെ ചേച്ചി. അല്ലാതെ വേറെ ആരാ എന്റെ ജീവിതത്തിന് ഇടങ്കോലിടുന്നേ? പാർവതി. പാർവതിനാണ് ഇത് പറഞ്ഞത്? അതെ, അവള് മാത്രം ഇത് പറയൂ. ഇതവളുടെ തന്ത്രോ വിപിൻ സാറേ. അവൾക്ക് എങ്ങനെയും നമ്മുടെ ശാന്തി മുഹൂർത്തം മാറ്റിവെക്കണം. നാളുകൾ ഇങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോണം. എന്തിനാ നമ്മുടെ ശാന്തി മുഹൂർത്തം മാറ്റിവെക്കാൻ അവള് ശ്രമിക്കുന്നത്? പാർവതി എന്തിനാ നമ്മുടെ ശാന്തി മുഹൂർത്തം മാറ്റിവെക്കുന്നത്? അതുകൊണ്ട് പാർവതിക്ക് എന്താ നേട്ടം? ആ, അങ്ങനെ ചോദിക്കേ. പാർവതി ശാന്തി മുഹൂർത്തം മാറ്റിവെക്കണമെന്ന് പറയുന്നതിലേ കാരണമുണ്ട്. നമ്മുടെ ശാന്തി മുഹൂർത്തം നടന്നാലല്ലേ നമുക്ക് കുട്ടികൾ ഉണ്ടാവും. അത് നീട്ടിവെച്ചാ നമുക്ക് കുട്ടികൾ ഉണ്ടാകാനും വൈകും. അവളുടെ ലക്ഷ്യം അത് തന്നെയാ. നമുക്ക് ഈ അടുത്ത കാലത്തൊന്നും കുട്ടികൾ ഉണ്ടാവരുത്. ആദ്യം അവൾക്ക് കുട്ടി ജനിക്കണം. അതാണ് അവളുടെ ചിന്ത. അവൾക്ക് ആദ്യം കുട്ടി ഉണ്ടായാൽ സ്വത്തുക്കളുടെ നേർപകുതി അവൾക്ക് കിട്ടുമല്ലോ. അതിനുള്ള ബുദ്ധിപൂർവമായ നീക്കമാണ് പാർവതി ഇപ്പൊ നടത്തിയത്. എനിക്കിതൊന്നും മനസ്സിലാവില്ലെന്ന അവളുടെ ധാരണ. ഞാൻ വെറും മരക്കഴുതിയാണല്ലോ. പല്ലവി, നിർത്ത്. നിന്റെ സംസാരം കേട്ടിട്ട് നീ വെറുതെ എഴുതാപ്പുറം വായിക്കണമെന്നാ എനിക്ക് തോന്നുന്നു. അയ്യടാ, എഴുതാപ്പുറം പോലും. ഇത് എഴുതാപ്പുറം ഒന്നും അല്ല. ഞാൻ പറയുന്നതാണ് വാസ്തവം. നമുക്കാദ്യം കുഞ്ഞുങ്ങൾ ഉണ്ടാവരുതെന്ന വാശിയിൽ തന്നെയാണ് ശാന്തി മുഹൂർത്തം മാറ്റിവെക്കണമെന്ന അഭിപ്രായവുമായി പാർവതി വന്നത്. പാർവതി ഒരിക്കലും അങ്ങനെ ചിന്തിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തുടങ്ങിയല്ലോ പാർവതിയുടെ വക്കാലത്ത് പിടിക്കല്. പല്ലവി, ഞാൻ പാർവതിയുടെ വക്കാലത്തൊന്നും പിടിക്കാൻ വന്നതല്ല. ഇത്രയും കാലത്തെ അനുഭവത്തിന്ന് എനിക്ക് പാർവതിയുടെ മനസ്സ് നന്നായിട്ട് അറിയാം. അവൾ ഒരിക്കലും നീ കരുതുന്ന പോലൊരു സ്വത്ത് മോഹിയല്ല. പണത്തിനും സ്വത്ത് പകർക്കും വേണ്ടി വളഞ്ഞ മാർഗം സ്വീകരിക്കുന്നവളും അല്ല. വിപിൻ സാറ്, സാറ് പറയുന്നതൊന്നും എനിക്ക് കേൾക്കണ്ട. അല്ലേലും നല്ലത് പറയുന്നതൊന്നും തനിക്ക് രസിക്കില്ലല്ലോ. വിപിൻ സാറേ, വേണ്ട. പല്ലവി, നീ മറ്റാരെ കുറ്റപ്പെടുത്തിയാലും നിന്റെ ചേച്ചിയെ കുറ്റപ്പെടുത്തരുത്. അത് പാപമാണ്. നിനക്ക് ദ്രോഹം വരുന്നതൊന്നും പാർവതി ചെയ്യില്ല. അത് എനിക്ക് ഉറപ്പാണ്. പാർവതി നിന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമായിരിക്കും. അത് നീ മനസ്സിലാക്ക്. എനിക്കതേ പറയാനുള്ളൂ. റിയ, നീ ഇത് എവിടെയാണ് ധൃതിയിൽ പോകുന്നത്? നമുക്ക് ഒരുമിച്ച് പുറത്തു പോവാന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ? ഇല്ല വിനയ്, എനിക്കിപ്പോ അതിനൊന്നും സമയമില്ല. എനിക്ക് അത്യാവശ്യമായിട്ട് ചെയ്തു തീർക്കേണ്ട ഒരു ജോലിയുണ്ട്. അത് കഴിയുമ്പോ ഞാൻ വിനയെ വിളിക്കാം. അപ്പൊ എന്നെ വന്ന് വിനയ് പിക്ക് ചെയ്താ മതി. റിയ പ്ലീസ് വിനയ്, ഞാനൊന്ന് പൊയ്ക്കോട്ടെ. എന്നെ ഒന്ന് പോകാൻ അനുവദിക്കോ? ദേ, എപ്പോഴും എന്റെ പിന്നാലെ ഇങ്ങനെ നിഴൽ പോലെ വരാതിരിക്കോ പ്ലീസ്. തിളക്കമുള്ള സ്വർണ്ണ വിളക്കിന്റെയും പുറത്തുള്ള ഓട്ടുവിളക്കിന്റെയും വ്യത്യാസം നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. താലി കെട്ടിയ ഭാര്യയായി ഞാൻ എത്ര കാലമായി നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുക. എന്നിട്ട് നിങ്ങൾ അത് കാണുന്നില്ല. എന്നെ മറന്നിട്ട് അവളുടെ പിന്നാലെ പരക്കം പായുക. അവളോ അവളുടെ കാര്യം നോക്കി പോവുക. വിനയ്, ഏത് പെണ്ണിനെ വിനയ് തലയിലേറ്റി വെച്ചാലും അവസാനം ഞാൻ മാത്രമേ ഉണ്ടാവൂ. പറയേ വിനയ്, വിനയ്ക്ക് എന്താ വേണ്ടത്? അത് ഞാൻ നിറവേറ്റി തരാം. വിനയ് എന്നെ എത്ര അവഗണിച്ചാലും വിനയോടുള്ള എന്റെ ഇഷ്ടത്തിന് ഒരിക്കലും ഒരു മാറ്റവും ഉണ്ടാവില്ല. എടി, നിനക്കെന്നെ ഇഷ്ടമാണെന്നല്ലേ പ്രധാനം?
എനിക്ക് നിന്നെ ഇഷ്ടപ്പെടണം. അങ്ങനെ ഇഷ്ടപ്പെട്ടാൽ എന്റെ ലൈഫിലേക്ക് വേറെ ഒരു പെണ്ണും കടന്നു വരില്ല. നീ അതിന് ശ്രമിക്ക. എന്നെ ഇഷ്ടപ്പെടുത്താൻ നോക്കടി. എവിടെ ലോകം കീഴ്മേൽ മറിഞ്ഞാലും നിനക്കതിന് സാധിക്കില്ല. വിനയ്, നിങ്ങളുടെ ഈ അഭിപ്രായം ഞാൻ മാറ്റിയെടുക്കും. നിങ്ങളുടെ നാവ് കൊണ്ട് തന്നെ എന്നെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെന്ന് ഞാൻ പറയിക്കും. ഹായ്. ഹായ്. സുഖാണോ? വർക്കിന്റെ സ്ട്രെയിൻ മാറ്റി വെച്ചാൽ സുഖമാണ്. നിങ്ങൾ രണ്ടാളും ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. ഞാൻ ഇടപെടേണ്ട വല്ല ഇഷ്യൂസ് ഉണ്ടോ? ഉണ്ട്. വാട്ട് ഹാപ്പൻ? അന്ന് എനിക്ക് മുന്നറിയിപ്പ് എന്ന കാര്യം വല്ലതാണോ? അത് അരവിന്ദൻ സാർ ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചേ മതിയാകൂ. ഇത് മറ്റൊരു കാര്യമാ. എന്താണ് വിഷയം? അല്ല, അരവിന്ദ് സാറിന് ഒരു റിയ അറിയാമോ? റിയ? വിനയ് അടുത്തിടെ ഒരു ഗേൾഫ്രണ്ടുമായിട്ട് വീട്ടിൽ വന്നിട്ടുണ്ട്. അവളാണ് റിയ. സർ, റിയ ഇടയ്ക്കിടയ്ക്ക് രഹസ്യമായിട്ട് ആരോട് ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. എനിക്ക് അതിൽ പന്തികേട് തോന്നി. അതുകൊണ്ട് ഞാനും വിശാൽ സാറും ഗാർഗിയും ചേർന്ന് റിയയുടെ ഫോണ് അവൾ അറിയാതെ എടുത്ത് പരിശോധിച്ചു. അപ്പോഴാ അവള് നിരന്തരം സംസാരിച്ചത് ആരോടാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. ആളെ അറിഞ്ഞപ്പോ ഞങ്ങൾ ഞെട്ടിപ്പോയി. ആരായിരുന്നു അത്? അത് ജിതിനായിരുന്നു. ജിതിനോടായിരുന്നു റിയ രഹസ്യമായി സംസാരിച്ചത്. ഓ, അത് ശരി. ഇപ്പൊ റിയ ആരെന്ന് എനിക്ക് മനസ്സിലായി. ഓ, അവളെപ്പോ അരവിന്ദിനെ അറിയാം. ഇപ്പോഴാണ് എനിക്ക് ആളെ ഓർമ്മ വന്നത്. അവര് തമ്മിൽ നല്ല സൗഹൃദത്തിലായിരുന്നു. സൗഹൃദം എന്ന് വെച്ചാ അവള് ആളത്ര ശരിയല്ല. അതുകൊണ്ടാ ഞാൻ ഇങ്ങനെ ചോദിച്ചത്. അവര് തമ്മിൽ എങ്ങനെയുള്ള റിലേഷൻഷിപ്പാണെന്നൊന്നും എനിക്കറിയില്ല. അവന് ചില വളഞ്ഞ കൂട്ടുകെട്ടുകളൊക്കെ ഉണ്ട്. അതിൽ ഇവളും പെടുമെന്ന് തോന്നുന്നു. ഞാൻ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ അന്വേഷിക്കാൻ പോയിട്ടില്ല. അല്ല, ഇപ്പൊ എന്താ പ്രശ്നം? അവര് തമ്മിൽ അതിരുവിട്ട ബന്ധമുണ്ട് സർ. അവൾക്ക് വേണ്ടിയാണ് ജിതിൻ ജയയെ കൊന്നതുപോലും. അത് പാർവതിക്ക് എങ്ങനെ അറിയാം? പോലീസിന്റെ അന്വേഷണത്തിൽ പോലും ഇങ്ങനെ ഒരു വിവരം തെളിഞ്ഞിട്ടില്ലല്ലോ. എന്നോടിത് പറഞ്ഞത് ജയയാണ്. ജയ എന്നെ കാണാൻ വന്നിരുന്നു. നീ എനിക്ക് വേണ്ടി നിന്റെ ഭാര്യയെ ബലി കൊടുത്തവനല്ലേ? എനിക്ക് വേണ്ടിയല്ലേ നീ അവളെ കൊന്നത്? ജിതിനും റിയയും തമ്മിൽ രഹസ്യമായി കൂടിക്കാഴ്ച നടത്തിയപ്പോൾ ഈ വിഷയങ്ങൾ സംസാരിക്കുന്നത് ജയ കേട്ടു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.